കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ പരിപാടി രാവിലെ കൂൺ തെരഞ്ഞു പോക്കാണ്. അപ്പൊ ഇന്ന് കിട്ടിയ കൂണൊക്കെ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും നമ്മളെ കൂൺ അവിടെ ഉണ്ടായി നിൽക്കുന്നതിന്റെ ആ പറിക്കുന്നതിലേക്ക് ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത്രയും ഫോറസ്റ്റിനോട് ചേർന്ന് സ്ഥലമായതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് തരാൻ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റൂല കേട്ടോ, അത്രയും ദൂരത്താണ്. ശരിക്കും അതായിരുന്നു കാണിക്കേണ്ടത്, നല്ല ഭംഗി അതാണ്. 2 ദിവസം മുന്നേ നമുക്ക് ചാകര ഉണ്ട്, ആ ചാകരന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് വീഡിയോ കാണിച്ചു. പക്ഷെ അവിടുന്ന് പറിക്കുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇന്ന് കിട്ടിയ കൂണ് നോക്ക്, നല്ല വിരിഞ്ഞ കൂണുകളാട്ടോ. ഓരോന്ന് എടുത്തു വെക്കട്ടെ. ഇതൊക്കെ നമുക്ക് വിരിഞ്ഞ് വരുന്നുള്ളതാണ്, അടിപൊളി കൂണ്. ഇന്ന് നമുക്ക് മുട്ടില്ല, ഒരു മുട്ട ഇതേ ഉള്ളൂ, കൂടുതലായിട്ട് മുട്ടൊന്നുമില്ല. ശരിക്കും കൂണുണ്ടായിട്ട് ഇന്നത്തേക്ക് 3ാമത്തെ ദിവസമായിട്ടോ. നമ്മൾ കഴിഞ്ഞ 2 ദിവസം നല്ല കൂണ് കിട്ടി. ഫസ്റ്റ് ദിവസം മുട്ടായിരുന്നു, 2ാം ദിവസം നല്ല വിരിഞ്ഞതൊക്കെ കിട്ടി. ഇന്ന് പിന്നെ 3ാമത്തെ ദിവസമായപ്പം നമ്മൾ പറിച്ച പുറ്റിലൊക്കെ പോയി നോക്കിയപ്പം അതിലൊക്കെ 1ഉം 2ഉം വെച്ചിട്ട് കിട്ടിയ കൂണുകളാട്ടത്. ഇത് ലാസ്റ്റാണ്. അപ്പൊ ലാസ്റ്റിലൊക്കെ വിരിയും, പിന്നെ പെട്ടെന്ന് വിരിഞ്ഞു പോകും. നമ്മൾ ആദ്യം മാത്രമേ മുട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളി കൂണുകളാ. ഇത് ഒരു പുറ്റെന്നല്ല, പല പുറ്റിലായിട്ട് ലാസ്റ്റത്തെ ചെറുതൊക്കെ നോക്ക്. ഇനി അത് കുറെ നമ്മൾ പറിച്ചതുകൊണ്ട് പിന്നെ കുറെ ആളുകൾ പറിച്ചു പോയതുകൊണ്ട് അതിലൊക്കെ ഞങ്ങൾ ഇന്ന് ഞാനും അപ്പട്ടും ബിജുവേട്ടനൊക്കെ പോയിട്ട് അങ്ങനെ കിട്ടിയതാ. പക്ഷെ ഇത്ര കൂണ് എല്ലാവർക്കും കിട്ടിയിട്ടോ. ഞങ്ങൾ 3 ആളും പോയിട്ട് 3 ആൾക്കും കൂടെ ഇത്ര വെച്ച് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഒരി കിട്ടി, 2 ഒരി അടുപ്പത് കേട്ടോ. അപ്പൊ ഇതാ ഇത്ര നമ്മളെ ഒരി, ഇത്ര തന്നെ അപ്പട്ടും ബിജുവേട്ടനൊക്കെ കിട്ടി. പക്ഷെ ഓരോ പുറ്റിന്ന് ഇതുപോലെ 2 എണ്ണൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ വെച്ചാ കിട്ടിയത്. നല്ല അടിപൊളി. ഞങ്ങൾ വെള്ളക്കൂണ് എന്ന് പറയും. അധികം ആളും കുറെ ആൾ കമന്റ് വന്നത് പാക്കുമ്പില് പിന്നെ പെരുങ്കൂണ് എന്നൊക്കെ പറയുന്ന കൂണാട്ടതാ. ലാസ്റ്റ് വെച്ചുണ്ടായത് നോക്ക്, നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല വണ്ണവും കാലിനൊക്കെ നോക്ക്, കൂണ്ട കാലൊക്കെ കണ്ടില്ലേ, നല്ല വണ്ണുള്ള കാലും നല്ല വലുപ്പമുള്ള കൂണും വൃത്തിയുള്ള കൂണും വേണ്ടോ. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ പുറ്റിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പൊ അത് അങ്ങനെ ആദ്യം കാണാതെ പോയിട്ട് പിന്നെ ഇപ്പൊ പൊന്തി വന്നതാ. അങ്ങനെ ലോക്കായി പോയിരുന്നു. നമ്മൾ എന്നിട്ട് പുറ്റിന്റെ സൈഡിലൂടെ ഇങ്ങനെ നോക്കി പറിച്ചെടുത്താ. അപ്പൊ ഇനി അങ്ങോട്ടേ കൂണ് കുറയും. പിന്നെ 3 ദിവസം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ദിവസം കിട്ടി, 2ാമത്തെ ദിവസം നമ്മൾ ഫുൾ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ്. ഇഷ്ടം പോലെ കൂണ് ഇട്ടിട്ട് അപ്പോഴത്തെ ഞങ്ങൾ മുണ്ടിലേറ്റിക്കൊണ്ടുവരാണ് ചെയ്തത് അല്ലെ. കവർ നമ്മളെ കൊണ്ടുപോയ സഞ്ചിയൊക്കെ നിറഞ്ഞു പോയിട്ട് അപ്പോഴത്തെ മുണ്ട് ഊരിയിട്ട് അതിൽ പറിച്ചിട്ട് നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് കൂണ് കുറച്ച് കുറയും. പിന്നെ നല്ല മഴയും വന്നു, മഴ വന്നാലും കൂണ് കുറയും. ഇനി കർക്കിടം ലാസ്റ്റിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളെ കർക്കിടക വാവിനോടൊക്കെ അടുപ്പിച്ച് ഇനി കൂണുണ്ടാവും. ഇനി നമുക്ക് ചിങ്ങമാസമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല അരിക്കൂണ് കിട്ടും. കഴിഞ്ഞ വർഷം അരിക്കൂണ് കൂടുതൽ കിട്ടി, പ്രാവശ്യം നല്ല കൂണുള്ളതുകൊണ്ടേ നമ്മൾ പോയ ദിവസമൊന്നും നമുക്ക് മോശമായിട്ടില്ല. ഇന്നും പോയിട്ട് കണ്ടില്ല, ഇത്രയും കൂണൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ ഈ കൂണൊക്കെ തെരഞ്ഞു പോകുന്നത് വേറെ ഒന്നുമല്ല, സീസണിൽ മാത്രം ഉണ്ട്, മഴക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് കൂണൊക്കെ. ഇതിൽ നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് അത്രയും നല്ലതുമാണ്.